നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അയം ത്വേകോ വൃഥാ ദൃഷ്ടി ധർത്തരാഷ്ട്രസ്യ ദുർമതേഃ സ്നേഹാനുവർത്തി സതതം പാപോദ്വേഷ്ടി ച പാണ്ഡവാൻ. അവൻ ദുർബുദ്ധിയായിരിക്കുന്ന ധാർത്തരാഷ്ട്രന്മാരുടെ ചങ്ങാത്തവുമായി നടക്കുകയാണ്. അവൻ കാണേണ്ടത് കാണുന്നില്ല, അവൻ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നില്ല. അവൻ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ധർമ്മത്തെയാണ്. ആ ധർമ്മം എവിടെ കുടികൊള്ളുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. പകരം ദുര്യോധനാദികളുടെ സ്നേഹത്തിനു വേണ്ടിയിട്ട് മോഹത്താൽ, അറിവില്ലായ്മയാൽ, അറിയേണ്ടത് അറിയാത്തതാണ് കർണന്റെ കുഴപ്പം. അറിഞ്ഞിട്ട് പോലും അറിയാത്ത മട്ടില് പെരുമാറുന്നത് അതിനേക്കാളേറെ കുഴപ്പം. അതിലാണ് കർണൻ പെട്ടുപോയിരിക്കുന്നത്. അങ്ങനെ മോഹത്താൽ എപ്പോഴും ദുര്യോധനാദികളെ പിന്തുടരുന്ന പ്രയോജനമില്ലാത്തതായ ബുദ്ധിയോടുകൂടിയവനായ കർണൻ, അവൻ പാപിയാണ്, ദുഷ്ടമായ ചിന്തകളുള്ളവനാണ്, ദുഷ്ടമായിട്ടുള്ള പ്രവൃത്തികളോടുകൂടിയവനാണ്. അവൻ അകാരണമായിട്ട് ദ്വേഷ്ടിച്ച പാണ്ഡവന്മാരെ ദ്വേഷിക്കുന്നു. അവൻ പാണ്ഡവന്മാരെ നശിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി നടക്കുന്നവനാണവൻ. മഹത്യനർദ്ധേ നിർബന്ധി ബലവാംശ്ച വിശേഷതഃ കർണഃ സദാ പാണ്ഡവാനാം തന്മേ ദഹതി സംപ്രതി. ഈ യാഥാർത്ഥ്യം, കർണനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്റെ മനസ്സിനെ കടുതീരെന്നതുപോലെ ഇപ്പോൾ വേദനിപ്പിക്കുന്നു, ദഹിപ്പിക്കുന്നു. ആ ദുഃഖം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആളിക്കത്തുന്നു. എന്താ? പാണ്ഡവന്മാരുടെ നേരെ വലിയ അനർത്ഥങ്ങൾ ചെയ്യുന്ന കാര്യത്തില് അങ്ങേയറ്റം നിർബന്ധമുള്ളവനാണവൻ. ദുര്യോധനനില്ലാത്ത നിർബന്ധം കർണനുണ്ട്. ദുര്യോധനനെ കൊണ്ട് അത്യന്തം ക്രൂരമായ കാര്യങ്ങൾ ചെയ്യിച്ചത് കർണനാണ്. ഇത്രത്തോളം ദുര്യോധനനും പോയില്ല. പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ ദുര്യോധനൻ പദ്ധതികളിട്ടു. ആ പദ്ധതികളുടെ എല്ലാം ബലം കർണനായിരുന്നു എന്ന് മാത്രമല്ല, അനേകം പദ്ധതികൾ ദുര്യോധന ഹൃദയത്തിലേക്ക് ചലിത്തിയത് കർണനാണ്. എന്താണ്? അർജുനനോടുള്ള വിരോധം, അത് കഴിഞ്ഞ് പാഞ്ചാലത്ത് വെച്ച് ദ്രൗപദിയോട് തോന്നിയതായ വിരോധം, ഇത് രണ്ടും തീർത്തേ പറ്റൂ. ദംഭം ഉള്ളിൽ കിടന്ന് തികട്ടുന്നു, അതേപോലെ ദർപ്പം ഉള്ളിൽ കിടന്ന് തികട്ടുന്നു. ഇതിന് രണ്ടിനും പരിഹാരം കണ്ടേ പറ്റൂ. അതിനുവേണ്ടി അരുതായികകൾ, ദുര്യോധനൻ പോലും സങ്കല്പിക്കാത്ത അരുതായികകൾ കർണൻ ദുര്യോധനെ കൊണ്ട് ചെയ്യിച്ചു, ദുര്യോധനന്റെ അനുജനെ കൊണ്ട് ചെയ്യിച്ചു. അങ്ങനെ ഭയങ്കരമായ വിനാശത്തിലേക്ക് ആ കുടുംബത്തെ തള്ളിയിട്ടു. ആ കുടുംബത്തിലെ അംഗമല്ല കർണൻ, പക്ഷെ ആ കുടുംബത്തെ അങ്ങോട്ട് തള്ളിയിട്ടു. ഇങ്ങനെ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ നടക്കുന്ന ഇവൻ ദുർബലനായിരുന്നു എങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു. ബലവാംശ്ച വിശേഷത, ബലവാനാണവൻ, അങ്ങേയറ്റം കരുത്തനാണ്. ആയുധ വിദ്യാപാഠവുമുണ്ട്. ദ്രോണനിൽ നിന്നിട്ട് പോരാത്തതിന് അഭ്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, അങ്ങ് പരശുരാമന്റെ സമീപത്ത് പോയിട്ട് അദ്ദേഹത്തിൽ നിന്നിട്ടും വളരെയേറെ ദിവ്യായുധങ്ങൾ, ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ആയുധവിദ്യ മുഴുവൻ
ഭംഗിയായിട്ട് നേടിയെടുത്ത ആളാണ് കർണൻ. അത് മുഴുവൻ പാണ്ഡവ വിനാശത്തിനു വേണ്ടി വിനിയോഗിക്കാൻ നടക്കുകയാണ്. ഇവിടെ ആ സഭയില് നടന്നിട്ടുള്ളതായ കോലാഹലങ്ങൾ, പാഞ്ചാലിയെ അധിക്ഷേപിച്ച കോലാഹലങ്ങൾ, കൃഷ്ണന്റെ വാക്കുകളെ ധിക്കരിച്ച കോലാഹലങ്ങൾ, ദൂതുമായിട്ട് അദ്ദേഹം വന്നപ്പോ ഇതിന്റെ എല്ലാം ആണിക്കല്ല് അത് ഈ കർണനാണ്. അങ്ങനെയുള്ള കർണന്റെ ഈ സ്വഭാവം, പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള അവന്റെ ആഗ്രഹം, അതൊരു പടക്കളത്തിൽ വെച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു യുദ്ധത്തിന്, പാണ്ഡവന്മാരോടുള്ള യുദ്ധത്തിന് നേരിട്ട് ആജ്ഞാപിക്കാൻ കർണന് പറ്റൂല. ദുര്യോധനിൽ കൂടി അങ്ങനൊരു യുദ്ധം സംഘടിപ്പിക്കുക. ദുര്യോധനാണെങ്കിൽ ലോഭം മൂലം അതിനു വേണ്ടിയിട്ട് കൊതിച്ചു നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് എളുപ്പത്തിൽ സാധിക്കും ദുര്യോധനെ കൊണ്ട് യുദ്ധം ആജ്ഞാപിപ്പിക്കുക. അന്ന് കാനനത്തിലേക്ക് പാണ്ഡവന്മാർ പോകുമ്പോ വ്യവസ്ഥകൾ നമുക്കറിയാമല്ലോ. ആ വ്യവസ്ഥകളെല്ലാം അവർ പൂർണ്ണമാക്കി. അതുകൊണ്ട് കാട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും രാജ്യം തിരിച്ചു കൊടുക്കേണ്ടതാണ്. കൊടുക്കാൻ പാടില്ല എന്ന് ദുര്യോധനന്റെ ആഗ്രഹത്തെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തിയത് കർണനാണ്. ഋഷിമാർ അനേകം പേര് വന്ന് ഉപദേശിച്ചു. വ്യാസഭഗവാൻ തന്നെ ഹസ്തനാപുരത്ത് വന്ന് ഉപദേശിച്ചു ദുര്യോധനനെ. അതേപോലെ തന്നെ വ്യാസന്റെ തന്നെ മകനായിരിക്കുന്ന മഹാരാജാവിനെ, ധൃതരാഷ്ട്രന്. ധൃതരാഷ്ട്രൻ ആജ്ഞാപിച്ചാൽ യുദ്ധം നടക്കില്ല, ചൂതും നടക്കില്ല. ഇതെല്ലാം ധൃതരാഷ്ട്രന്റെ ആജ്ഞയാൽ സംഭവിച്ചതാണ്. ദുര്യോധനൻ എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം പ്രവർത്തിക്കാൻ ധൃതരാഷ്ട്രൻ ആജ്ഞ നൽകി. യുദ്ധം വേണ്ടെന്ന് വെക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനേ ഉള്ളൂ. അദ്ദേഹം യുദ്ധം വേണ്ടെന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുര്യോധനൻ ഒന്നും ചെയ്യാൻ പറ്റൂല, കർണനും ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ മഹാരാജാവിന്റെ ആജ്ഞയെ നടപ്പിലാക്കാൻ മഹാരാജാവിന്റെ സംരക്ഷകനായിട്ട് നിൽക്കുന്ന ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്. അവരെ ജയിച്ചിട്ട് ദുര്യോധനന്റെ ആഗ്രഹം നടത്തിക്കാൻ ദുര്യോധനനോ കർണനോ ശകുനിക്കോ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഏറ്റവും വലിയ ശക്തി, തന്റെ ആജ്ഞയെ നടപ്പിലാക്കാൻ വേണ്ടുന്ന ശക്തി തന്റെ ഒപ്പം ഉണ്ടായിരുന്നിട്ടും അവർ കലഹത്തിൽ നിന്നിട്ട് ദൂരെ മാറി നിൽക്കാൻ, കലഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ധൃതരാഷ്ട്രനെ ഉപദേശിച്ചിട്ടും ധൃതരാഷ്ട്രൻ അതിന് വഴങ്ങുന്നില്ല. അങ്ങനെ ധൃതരാഷ്ട്രനും കർണനുമാണ് ഈ യുദ്ധത്തിന് വേണ്ടുന്ന നെയ്യ് പകർന്ന് ആ തീയെ ആളിക്കത്തിച്ചത്. ധൃതരാഷ്ട്രന്റെ അനുവാദം, കർണന്റെ ബലം. തന്റെ ശത്രുക്കളെ തന്റെ പിതാമഹൻ നശിപ്പിക്കില്ല എന്ന് ദുര്യോധനൻ അറിയാം. തന്റെ ഗുരുനാഥനും നശിപ്പിക്കില്ല തന്റെ ശത്രുക്കളെ എന്ന് ദുര്യോധനൻ അറിയാം. അത് നടപ്പിലാക്കി തരുന്ന ഒരാള് തന്റെ കൂടെയുണ്ട്, ഉറപ്പായുണ്ട്. അത് കർണനാണ്. ആ കർണന്റെ ബലത്തിലാണ് ഇതെല്ലാം. ഇതാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ കർണന്റെ ദംഭ ദർപ്പാദി സ്വഭാവവിശേഷങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കയറി വരുന്നത്. കുന്തി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെ കർണന്റെ ഈ സ്വഭാവം, അത് നടപ്പിലാക്കാൻ അവനുള്ള കരുത്ത്, ബലവാംശ വിശേഷത, ആ കരുത്ത് തന്മേ ദഹതി സംപ്രതി, അത് എന്നെ ദഹിപ്പിക്കുന്നു. അപ്പൊ ഇനി എന്തു വേണം? കർണന്റെ സമീപത്തേക്ക് പോവുക. താൻ ആരാണ് എന്ന് കർണൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അത് തിരിച്ചറിയുമ്പോഴേക്കും കർണന്റെ തീരുമാനത്തില് മാറ്റമുണ്ടാവും. അതുകൊണ്ട് താൻ ഈ അവസരത്തില് കർണന്റെ സമീപത്തേക്ക് പോവുക. കർണൻ എല്ലാ ദിവസവും ഗംഗാനദിയിൽ ഇറങ്ങി നിന്നിട്ട് സൂര്യോപാസന ചെയ്യും, മധ്യാഹ്നം വരെ. ആ സമയത്ത് ആര് ചെന്ന് എന്ത് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലും കർണൻ നൽകും. താനാകട്ടെ കർണനെ പെറ്റ അമ്മയാണ്. ആ അമ്മ ദുഃഖത്തോടുകൂടി ഓടി വന്ന് കർണനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും, ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും നിശ്ചയമായിട്ടും കർണൻ അത് സമ്മതിക്കും എന്ന് കുന്തി പ്രതീക്ഷിക്കുകയാണ്.
അതുകൊണ്ട് കുന്തി തീരുമാനിച്ചു കർണന്റെ സമീപത്തേക്ക് പോവുക, കർണനെ ഉപദേശിക്കുക, എന്നിട്ട് കർണൻ ആരാണെന്ന് അറിയിക്കുക, കൗന്ദേയനാണ് എന്നറിയിക്കുക. കർണൻ പാണ്ഡവപക്ഷത്തേക്ക് വരണം എന്ന് കർണനെ പഠിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് കുന്തി തീരുമാനിച്ചു, അങ്ങോട്ട് പുറപ്പെടാൻ തീരുമാനിച്ചു. കുന്തിയുടെ പ്രതീക്ഷ ഇതാണ്, യോസൗ കാനീന ഗർഭോമേ. ഈ കർണൻ തന്റെ ഗർഭത്തിൽ നിന്നിട്ട് ഉത്ഭവിച്ചവനാണ്. ആ ഗർഭം എപ്പോഴാ താൻ ധരിച്ചത്? കന്യകയായിരിക്കുമ്പോ. അതുകൊണ്ട് കാനീന ഗർഭത്തിൽ നിന്നുണ്ടായവൻ കാനീനനാണ്. കന്യകയുടെ പുത്രന് കാനീനൻ എന്ന് പറയും. അങ്ങനെയുള്ളവനാണിവൻ. അവന്റെ അമ്മയാണ് ഞാൻ എന്ന് മാത്രമല്ല, ആ 10 മാസക്കാലവും പുത്രവത് പരിരക്ഷിത. മക്കളോട് ഒരമ്മയ്ക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടാവോ, വാത്സല്യം ഉണ്ടാകുമോ, അതേ പ്രകാരത്തിൽ എന്റെ വയറില് ഞാൻ അവനെ സംരക്ഷിച്ചതാണ്. ഇക്കാര്യം അവൻ അറിയണം. അതറിഞ്ഞു കഴിയുമ്പോഴേക്കും അവന്റെ മനസ്സിൽ വലുതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പോ കസ്മന്ന കുര്യാദ്വചനം പഥ്യം ഭ്രാതൃഹിതം തഥാ. അങ്ങനെ വരുമ്പോഴത്തേക്കും തന്റെ സഹോദരന്മാർക്ക് ഹിതകരമായിരിക്കുന്ന ആ കാര്യം, തന്റെ പ്രാർത്ഥന, അത് കർണനും അങ്ങേയറ്റം ഹിതകരമാണ്. ഇവർക്ക് 6 പേർക്കും ഹിതകരമാണ്. അങ്ങനെയുള്ളതാ എന്റെ ഈ വാക്കിനെ കർണൻ എങ്ങനെയാ മാനിക്കാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക? നിശ്ചയമായിട്ടും സ്വീകരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഇതി കുന്തി വിനിശ്ചിത്യ, ഇങ്ങനെ കുന്തി മനസ്സിൽ തീരുമാനമെടുത്തിട്ട് യയൗ ഭാഗീരഥീം പ്രതി, ഭാഗീരഥി നദിയുടെ തീരത്തേക്ക്, ഗംഗയുടെ തീരത്തേക്ക് മധ്യാഹ്നം അടുക്കുമ്പോഴേക്കും കുന്തി ചെന്നു.